ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് രാവിലേക്കോ വൈകുന്നേരത്തിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നീർദോശയുടെ റെസിപ്പിയാണ്. നല്ല എളുപ്പമാണ് കേട്ടോ. എന്നും ഗോതമ്പൊക്കെ കഴിക്കുന്നവർക്ക് നല്ല ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ദോശയുടെ മാവൊക്കെ കലക്കിയെടുക്കുന്ന പോലെ ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കുക. സാധാരണ നമ്മൾ കലക്കി ചുട്ടപ്പം അരിപ്പൊടിയിൽ ചെയ്യൂലേ, അതേപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്യുകയാണ്. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ആട്ടപ്പൊടിയല്ല എടുത്തിട്ടുള്ളത്. നല്ല തവിടുള്ള ഹോൾ വീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക. അപ്പോൾ ഇത്രയും ലൂസായിട്ട് വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കലക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദോശയായിട്ട് ചുട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ തവി മാവ് ഇതുപോലെ നമുക്ക് കോരി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് അടച്ചു വെക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നന്നായിട്ട് മൊരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം നിങ്ങൾ ചെറിയ തീയിലൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് നല്ല മൊരിഞ്ഞ ദോശയായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ഓരോന്ന് ചുട്ടെടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ചട്ടിയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കതിൽ, തേങ്ങ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്ത് കറിയുടെ കൂടെ നല്ല ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് രാത്രിക്കോ രാവിലേക്കോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുക്കുന്ന സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ഒന്നും ആവശ്യമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.